ഇന്നും ഒരു കർഷകന് ജീവൻ നഷ്ടപ്പെട്ടു. ഈ വർഷം ആരംഭിച്ചതിന് ശേഷം എത്ര ആളുകൾക്കാണ് മരണം? ഇന്നും വന്യജീവി ആക്രമണം മൂലം പാനൂരിനടുത്ത് വള്ളിയായിൽ ശ്രീധരൻ എന്നു പേരുള്ള ഒരാൾ കൊല്ലപ്പെട്ടതായി വിവരം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. ഈ പ്രദേശം സാധാരണ വന്യജീവി ശല്യം സ്ഥിരമായി ഉണ്ടാകുന്നൊരു സ്ഥലമല്ല. അതുകൊണ്ട് മുൻകരുതലുകൾ ഉണ്ടായിട്ടുണ്ടാവില്ല. പിന്നെ ഇതെവിടുന്നാണ് സംഭവിച്ചത്, എപ്പോഴാണ് സംഭവിച്ചതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭിച്ചു വരുന്നേ ഉള്ളൂ. അങ്ങനെ ലഭിക്കുന്ന മുറക്ക് മറ്റ് നടപടികൾ അവിടെ സ്വീകരിക്കും. മറ്റൊന്ന്, കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ പഞ്ചായത്തുകൾക്ക് അധികാരം നൽകിയിട്ടുണ്ട്. അപ്പോൾ കാട്ടുപന്നിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവർക്കത് ചെയ്യാൻ കഴിയുമായിരുന്നു. അവർക്കത് ഫോറസ്റ്റ് അധികൃതരെ അറിയിക്കാമായിരുന്നു. അത് അറിയിച്ചിട്ടുണ്ടോ ഇല്ല, ഇതെല്ലാം ലഭിച്ചുകൊണ്ടേയിരിക്കില്ല. ഈ ഘട്ടത്തിൽ അത് ദുഃഖകരമായൊരു സംഭവമാണ്. അവർക്കുള്ള മറ്റെല്ലാ നിയമപരമായ സഹായവും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ പറയാനുണ്ട്. പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിൽ ലഭ്യമായതിനു ശേഷം പറയാം. റിപ്പോർട്ട് തേടിയിട്ടുണ്ടോ? ഓൺ ദ സ്പോട്ട് സ്റ്റഡി നടത്താൻ പറ്റുന്നുണ്ട്. ആർക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്? അല്ല, ഇപ്പം നമ്മൾ നിർദ്ദേശം കൊടുക്കുന്നത് നേരെ CCF-നാണ്. ഉത്തരമേഖല ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ദീപക്കാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ജില്ലാ കളക്ടറോടും അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാടല്ല, കൃഷിയിടമാണ്. വന്യമൃഗങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് തടയാൻ ഒരു നടപടിയും സ്വീകരിക്കാൻ പറ്റുന്നില്ലേ? അല്ല, അതല്ല, വന്യജീവികൾ സാധാരണ സാന്നിധ്യം ഉണ്ടാകാനിടയിലൊരു സ്ഥലമല്ല. ഇതുവരെ അങ്ങനെ ഒരു അനിഷ്ട സംഭവം, ശ്രദ്ധേയമായൊരു സംഭവമൊന്നും ഉണ്ടാകാത്ത ഒരു ശാന്തമായ സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു വസ്തുത കൃത്യമായൊരു വിവരം കിട്ടേണ്ടതുണ്ട്. എന്തെങ്കിലും ഉദാസീനതയോ പോരായ്മയോ ഉണ്ട്. കാരണം അവിടെ കാട്ടുപന്നിയെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാട്ടിലെത്തി കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാൻ ആരോടും ചോദിക്കണ്ടല്ലോ, നിലവിൽ ഉത്തരവുണ്ടല്ലോ. അപ്പോൾ ആ കാര്യത്തിൽ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്താണ് പറയാനുള്ളതെന്ന് അറിയണം. അത് ജില്ലാ കളക്ടറോട് ഞാൻ ആ രൂപത്തിൽ അത് അന്വേഷിക്കാൻ വേണ്ടി പറയും. 2 റിപ്പോർട്ടും കിട്ടുന്ന മുറക്ക് നമുക്ക് കൂടുതൽ പ്രതികരിക്കാൻ കഴിയും. ഇന്ന് തന്നെ റിപ്പോർട്ട് അത് വേണമല്ലോ, പെട്ടെന്ന് കഴിയുന്നത്ര വേഗം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരി. ഈ ഒടുവിലത്തേത് പന്നിയാണ്. ആനയുടെയൊക്കെ ശല്യം ഉണ്ടല്ലോ, അതെല്ലാം പരിഹരിക്കുന്നതിന് അടിയന്തര യോഗമൊക്കെ ചേർന്നു. അത് പിന്നീട് എന്തെങ്കിലും നടപടി വന്നിട്ടുണ്ടോ? യോഗം ചേർന്ന് നടപടികൾ സ്വീകരിച്ചു വരില്ല. അടിയന്തര യോഗം മെഞ്ഞാന്ന് 27-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടി ചില പ്രോഗ്രാം തയ്യാറാക്കി അതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ തീരുമാനിക്കുകയും ചീഫ് സെക്രട്ടറി തന്നെ മോണിറ്റർ ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിഷേധത്തിനുള്ള സാധ്യത അവിടെയുണ്ട്. അതെനിക്കറിയില്ല. കാരണം അതാണ് അവിടുത്തെ ഒരു സാഹചര്യം. ഇപ്പോഴും ബഹുമാനപ്പെട്ട MLA-യോടും സ്ഥലം സന്ദർശിച്ചതിന് ശേഷം ബന്ധപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് നേരത്തെ അനുമതിയുണ്ട്, അതുകൊണ്ട് വനം വകുപ്പിൻ്റെ പ്രത്യേകം തേടേണ്ടതില്ല എന്നാണ് മിനിസ്റ്റർ പറഞ്ഞത്. അല്ല, അവിടെ അങ്ങനെ ഒരു സഹായം ആവശ്യമുണ്ടോ ഇല്ലെന്നുള്ള കാര്യം അങ്ങനെ ഇതൊരു പ്രശ്നബാധിത പ്രദേശമായി ശ്രദ്ധയപ്പെട്ടിട്ടില്ലല്ലോ. പ്രശ്നബാധിത പ്രദേശമായി ശ്രദ്ധയപ്പെട്ടതാണ് നമ്മൾ ഹോട്ട്സ്പോട്ടുകൾ നിശ്ചയിച്ച് ആ ഹോട്ട്സ്പോട്ടുകളിൽ പ്രത്യേക പരിശോധനയും കാര്യം. ഇപ്പോൾ ആറളത്ത് കഴിഞ്ഞ 3 ദിവസമായി ഓപ്പറേഷൻ നടക്കുകയല്ലേ. പകുതിയിലധികം ആനകളെ പുറത്ത് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. എന്നാലും അവിടെ ബാക്കിയുണ്ടെന്നാണ് ഇന്നത്തെ വാർത്തകളതാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയും അങ്ങനെ ഒരു പ്രദേശമല്ല ഇത്. അപ്പോൾ അത് നാട്ടിലങ്ങനെ കാട്ടുപന്നി പ്രത്യക്ഷപ്പെട്ടാൽ അതിനെ തുടർന്ന് അവർക്ക് നടപടി സ്വീകരിക്കണം. അവർ പിന്നെ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ടോ, അറിയിച്ചിട്ട് ഇടപെടാത്തതാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ഈ സ്ഥലത്ത് ഇതിനു മുൻപ് ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകമായി വനം വകുപ്പിൻ്റെ ശ്രദ്ധയിലേക്കില്ല. അല്ല, അങ്ങനെ ഒരു പ്രശ്നബാധിത മേഖലയായി കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് മറ്റു സ്ഥലങ്ങളിൽ ശ്രദ്ധിക്കുന്നത് പോലെ അങ്ങനെ വരുമ്പോൾ നമ്മൾ കാട്ടിലെ ഓരോ ഇഞ്ചും നമ്മൾ അങ്ങനെ വേണമല്ലോ. നമ്മൾ ഏതാണ്ട് സാധ്യതയുള്ള സ്ഥലം ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് ഇതൊക്കെ പരിശോധിച്ചാണ്. ഹോട്ട്സ്പോട്ടിൽ ഇത് ഉണ്ടായിരുന്നില്ല. ഇല്ല. ശരി.